ഒന്ന് കൊരിന്ത്യർ 2:9. 1 കൊരിന്ത്യർ 2:9. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല. ആമേൻ. അനുഗ്രഹിക്കപ്പെട്ട വചനം അല്ലെ? ഈ ഒരു വചനം നമ്മൾ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും കാണാപ്പാഠം അറിയാവുന്നതും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പോലും അറിയാവുന്ന ഒരു വാക്യമാണ്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും നമ്മൾ ഏത് സാഹചര്യത്തിലായിരിക്കുമ്പോഴും നമ്മൾ നമ്മളെ തന്നെ ബലപ്പെടുത്തുന്ന ഒരു വാക്യമാണ് അല്ലെ? കാരണം എന്താ? ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല. എസ്പെഷ്യലി നമ്മൾ ഈ ഒരു വാക്യം പറഞ്ഞു പ്രാർത്ഥിക്കുന്നത് എപ്പോഴാ? നമ്മുടെ ജീവിതത്തില് ചില പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ കടന്നു വരുന്ന സാഹചര്യത്തിലാണ് നമ്മൾ ഈ ഒരു വാക്യം പറഞ്ഞ് പ്രാർത്ഥിക്കുകയും നമ്മൾ നമ്മളെ തന്നെ ബലപ്പെടുത്തുകയും നമ്മുടെ കൂടെയുള്ളവരെ ബലപ്പെടുത്തുകയും ചെയ്യുന്നത് അല്ലെ? ഈ ഒരു വാക്യം വായിക്കുന്നതിനോട് കൂടെ തന്നെ ഞാനൊരു ചോദിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ദൈവത്തെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ഈ നിമിഷം നമ്മളെ തന്നെ ഒന്ന് തിരിഞ്ഞു ചിന്തിക്കുന്നത് ഏറ്റവും നല്ല അനുഗ്രഹിക്കപ്പെട്ട ഒരു കാര്യമാണ്. ശരിയാണ്, നമ്മൾ ദൈവത്തെ ബഹുമാനിക്കുന്നുണ്ട്, പക്ഷെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് ഈ രാത്രികാലം നമ്മളൊന്ന് ചിന്തിക്കണം. നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ തന്നെ ദൈവസ്ഥലത്തിൽ നിന്ന് ചോദിക്കണം, കർത്താവെ, ആത്മാർത്ഥമായിട്ട് ഞാൻ എൻ്റെ പിതാവിനെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് ചോദിക്കണം. കാരണം ബഹുമാനം പോലല്ല സ്നേഹം. ഇപ്പൊ നമ്മളെല്ലാവരും ജോലി മേഖലയുള്ള വ്യക്തി ജീവിതങ്ങളാണ്. അങ്ങനെയുള്ള നമ്മുടെ ഓഫീസിൽ ചെല്ലുന്ന നമ്മുടെ സീനിയേഴ്സിനെ നമ്മൾ റെസ്പെക്ട് ചെയ്യാറുണ്ട് അല്ലെ? ബഹുമാനിക്കാറുണ്ട്. പക്ഷെ അവരോട് ഹൃദയം കൊണ്ട് സ്നേഹമുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് പലർക്കും ഇല്ല എന്ന് വേണം നമ്മൾ സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ. നമുക്ക് സ്നേഹം കാണത്തില്ല. പക്ഷെ അവർ വരുമ്പോൾ നമ്മൾ വിഷ് ചെയ്യുന്നുണ്ട്, എഴുന്നേറ്റ് നിൽക്കുന്നുണ്ട്, ഒക്കെ ചെയ്യുന്നുണ്ട്. ഈ ദിവസങ്ങളിൽ നമ്മളും ദൈവത്തോട് ചോദിക്കണം, കർത്താവെ, ഞാൻ അങ്ങേ ബഹുമാനിക്കുന്നുണ്ട്, കറക്റ്റാ, പക്ഷെ എന്റെ ഹൃദയത്തിൽ സ്നേഹമുണ്ടോ എന്ന് നമ്മൾ നോക്കേണ്ടത് ഒരാവശ്യമാണ്. ഏറ്റവും അത്യാവശ്യമുള്ള ഒരു കാര്യമാണ്. കാരണം അതിന് ജസ്റ്റ് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഒരു ഉദാഹരണം പറയാം. നമ്മളെല്ലാവരും ഫ്രൂട്ട്സ് കഴിക്കുന്നവരാ അല്ലെ? പഴം കഴിക്കുന്ന കൂട്ടത്തിലാണ് നമ്മളെല്ലാവരും. നമുക്ക് എല്ലാവർക്കും ഫ്രൂട്ട്സ് ഇഷ്ടമുള്ള കൂട്ടത്തിലാണ്. ജസ്റ്റ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു മാങ്ങ എടുക്കാം. നമുക്ക് എല്ലാവരും മാമ്പഴം ഇഷ്ടമാണ് അല്ലെ? നമ്മൾ മാമ്പഴം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിലും നമ്മൾ ആ മാവിനെ ഇഷ്ടപ്പെടുന്നുണ്ടോ? നമ്മളൊന്ന് ചിന്തിക്കേണ്ട ഒരു അത്യാവശ്യമായ ഒരു കാര്യമാണ്. ഒരിക്കലും നമ്മൾ ആ മരത്തെ ഇഷ്ടപ്പെടുന്നില്ല, നമ്മൾ അതിൽ നിന്ന് വരുന്ന ഫ്രൂട്ടിനെ മാത്രമാണ് നമ്മൾ ഇഷ്ടപ്പെടുന്നത് അല്ലെ? അതുപോലെ തന്നെയാണ് നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കേണ്ട ആവശ്യമാണ്. പക്ഷെ ദൈവം തരുന്ന നന്മകൾ നമ്മൾ സ്നേഹിക്കുന്നുണ്ട്, കർത്താവ് തരുന്ന ഗിഫ്റ്റുകൾ നമ്മൾ കൈനീട്ടി മേടിക്കുന്നുണ്ട്. അതിനുവേണ്ടി നമ്മൾ വീണ്ടും വീണ്ടും നോക്കി നിൽക്കാറുണ്ട്, ആഗ്രഹിക്കാറുണ്ട്, പ്രാർത്ഥിക്കാറുണ്ട്, കരയാറുണ്ട്. പക്ഷെ അത് തരുന്ന ദൈവത്തെ നമ്മൾ സ്നേഹിക്കുന്നുണ്ടോ? അദ്ദേഹത്തിന്റെ ഇഷ്ടപ്രകാരം നമ്മൾ നടക്കുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കേണ്ടത് ഏറ്റവും ആവശ്യമുള്ള ഒരു കാര്യമാണ്. ഈ ഒരു വചനത്തോട് സംബന്ധിച്ച് തന്നെ ഞാൻ ഒരു വ്യക്തിയെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ള വചനമാണ്, എങ്കിലും ദൈവം വീണ്ടും അത് ഓർമ്മപ്പെടുത്തുന്നതുകൊണ്ടാണ് ഞാൻ ദൈവമക്കളുമായിട്ട് അത് ഷെയർ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. മറ്റാരെ പറ്റിയല്ല, നമ്മുടെ അബ്രഹാം പിതാവിനെ പറ്റി തന്നെയാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. നമ്മൾ ഉൽപ്പത്തി 12:1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ വായിക്കുകയാണെങ്കിൽ അതിനകത്ത് വ്യക്തമായി പറയുന്നുണ്ട്, യഹോവ അബ്രഹാമിനോട് അരുളിച്ചത് എന്തെന്നാൽ, നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോവുക. ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേർ വലുതാക്കും, നീ ഒരു അനുഗ്രഹവുമായിരിക്കും. നമുക്കറിയാലോ, നമ്മുടെ അബ്രഹാം പിതാവിനെ കർത്താവ് യഹോവ നേരിട്ട് അനുഗ്രഹിച്ച ഒരു വാക്യമാണ് 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ വ്യക്തമായി പറഞ്ഞത്. കാരണം എന്താ? നിന്റെ എല്ലാം ഉപേക്ഷിച്ചിട്ട് ഞാൻ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് കടന്നു പോകാൻ തക്കവണ്ണം പറയുകയാണ്, അബ്രഹാമിനോട് പറയാണ്. അതനുസരിച്ച് നമുക്കറിയാം, കർത്താവിനെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും റെസ്പെക്ട് ചെയ്യുന്ന ഒരു വ്യക്തി ജീവിതമായിരുന്നു അബ്രഹാം, ഏതൊരവസ്ഥയിലും അല്ലെ? അങ്ങനെയുള്ള ഒരു വ്യക്തി ജീവിതം, കർത്താവിന്റെ വാക്ക് കേട്ട് എല്ലാം ഉപേക്ഷിച്ച് കർത്താവിന് വേണ്ടി കനാൻ ദേശത്തേക്ക് അല്ലെ പുറപ്പെട്ടു പോകുന്ന ഒരു ഭാഗമാണ് നമ്മൾ ആ 1 മുതൽ 4 വരെയുള്ള വാക്യത്തിൽ വായിക്കുന്നത്. അതിന് കാരണം എന്താ? കർത്താവ് അങ്ങനെ അബ്രഹാമിനെ റെസ്പെക്ട് അങ്ങനെ സ്നേഹിക്കാനുള്ള കാരണം എന്നാ? റോമർ 4:3 പറയുന്നുണ്ട്, അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു, അത് അവന് നീതിക്കായി കണക്കിട്ടു എന്ന്. നമുക്കറിയാം, ഒരാളെ വിശ്വസിക്കുക എന്ന് പറയുമ്പോൾ തന്നെ അറിയാം, നമുക്ക് സ്നേഹിക്കാതെ ഒരാളെ വിശ്വസിക്കാൻ പറ്റത്തില്ല അല്ലെ? ഇപ്പൊ നമുക്കിപ്പോ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മുടെ കയ്യിൽ കുറച്ച് പൈസ ഉണ്ട്, അത് ഒരാൾ നമ്മുടെ അടുത്ത് വന്ന് കടം ചോദിക്കുകയാണെങ്കിൽ, വഴിയെ പോകുന്നൊരു വ്യക്തി ജീവിതം വന്ന് കുറച്ച് പൈസ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ കൊടുക്കുമോ? നമ്മൾ ഒരിക്കലും കൊടുക്കത്തില്ല. അതേ സമയത്ത് നമ്മൾ ഹൃദയം കൊണ്ട് സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് വെച്ചിക്കോ, അതൊരു വലിയ എമൗണ്ട് ആണെങ്കിൽ പോലും നമ്മൾ ഒരു പ്രൂഫും ചോദിക്കാതെ, ഒരു പ്രൂഫും കാണിക്കാതെ, ഒന്നും നമ്മൾ റിസീവ് ചെയ്യാതെ നമ്മൾ പൈസ കൊടുത്ത് സഹായിക്കാറുണ്ട്. എന്തുകൊണ്ടാണ്? നമ്മുടെ ഹൃദയത്തിൽ സ്നേഹമുള്ളത് കൊണ്ടല്ലേ? സ്നേഹമുള്ളപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ വിശ്വസിക്കും. അതുപോലെ തന്നെയാണ് അബ്രഹാമിന്റെ ഹൃദയത്തിനകത്ത് സ്നേഹവും വിശ്വസ്തതയും ദൈവസന്നിധിയിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ മാനിച്ച് അനുഗ്രഹിക്കാൻ തൊക്കണം ദൈവം ഇടയായി.
അല്ലെ? അതുപോലെ തന്നെ നമ്മൾ വീണ്ടും വാക്യത്തിൽ നമ്മൾ നോക്കുമ്പോൾ റോമർ 8:28 പറയുന്നുണ്ട്, എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് പറയുന്നു, അല്ലെ? ഇതൊക്കെ പറയുമ്പോഴും നമ്മൾ വ്യക്തമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദൈവത്തെ നമ്മൾ സ്നേഹിക്കുന്നുണ്ടോ? ശരിക്കും പറഞ്ഞാൽ ആ കൊരിന്ത്യർ നമ്മൾ 2:9 വായിക്കുമ്പോൾ കർത്താവ് വ്യക്തമായി പറയുന്നുണ്ട്, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക്, അല്ലെ? പക്ഷെ നമ്മൾ എപ്പോഴും ചെയ്യുന്ന തന്നെ ആ തന്നെ എന്നുള്ളൊരു വേട്ട് നമ്മൾ അങ്ങോട്ട് മാറ്റി വെക്കും. എന്നിട്ട് പറയും ദൈവം സ്നേഹിക്കുന്നവർക്ക്, അല്ലെ? ആ ഒരു കോൺസെപ്റ്റിലാണ് നമ്മൾ വാഗ്ദത്തങ്ങൾക്ക് വേണ്ടി നമ്മൾ നോക്കി നിൽക്കുന്നത്. ദൈവം എന്നെ സ്നേഹിക്കുന്നുണ്ട്, അതുകൊണ്ട് എനിക്ക് ഇതെല്ലാം കിട്ടണം, അല്ലെ എന്ന് പറഞ്ഞു നിൽക്കുന്ന ഒരു അനുഭവത്തിൽ കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത്. പക്ഷെ ദൈവമക്കളെ, ഈ ദിവസങ്ങളിൽ നമ്മൾ ആ തന്നെ, അല്ലെ, ദൈവത്തെ തന്നെ സ്നേഹിക്കുക എന്നുള്ളൊരു വാക്ക് നമ്മൾ അടിവരയിട്ട് അണ്ടർലൈൻ ഇട്ട് നമ്മൾ നമ്മുടെ ഹൃദയത്തെ ഗ്രഹിക്കണം. എന്നൊരു പറഞ്ഞ, പിതാവേ, അങ്ങ് എന്നെ സ്നേഹിക്കുന്നുണ്ട്, കരുതുന്നുണ്ട്, മാനിക്കുന്നുണ്ട്. ഈ ദിവസങ്ങളിൽ എന്റെ ജീവിതത്തിലും എന്റെ ഹൃദയത്തിലും ഒരു ചേഞ്ചസ് വരേണ്ടത് ആവശ്യമാണ്. ഞാനും അങ്ങയെ സ്നേഹിച്ച് അങ്ങയുടെ ഇഷ്ടപ്രകാരം തന്നെ നടക്കാൻ ഞാൻ ആഗ്രഹിക്കുക എന്ന് പറഞ്ഞ് നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ വൻ വിടുതലുകളെ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്യും. അബ്രഹാമിനെ പറ്റി പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, അല്ലെ? ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു പിതാവാക്കി മാറ്റി, ഈ സകല ജാതികൾക്ക്, ബഹുജാതികൾക്ക് പിതാവാക്കി മാറ്റി. എന്തുകൊണ്ടാ? അബ്രഹാം ദൈവത്തെ സ്നേഹിച്ചത് കൊണ്ടല്ലേ? ഈ ദിവസങ്ങളിൽ നമ്മുടെ ജീവിതത്തിലും കർത്താവിനോട് സ്നേഹം വരണം. കർത്താവ് തരുന്ന ആ മരത്തിൽ നിന്ന് കിട്ടുന്ന പഴത്തെ സ്നേഹിക്കുന്നത് പോലല്ല, ആ മരത്തെയും കൂടെ സ്നേഹിക്കാൻ തൊക്കണം. നമ്മുടെ ഹൃദയത്തിൽ ഒരു ചേഞ്ചസ് ഏറ്റവും ആവശ്യമാണ്. കാരണം നമുക്കറിയാം പിതാവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുക. നമുക്ക് സമയം നമ്മുടെ മുന്നിൽ ഒട്ടുമില്ല. നമ്മുടെ ഓട്ടം നമ്മൾ സ്ഥിരതയോടെ ഓടി തികയ്ക്കേണ്ടവരാ. അതിൽ നമ്മൾ വീട് പോകാൻ നമ്മൾ ഒരിക്കലും ഇടയാകരുത്. അതിനാൽ ഈ ദിവസങ്ങളെ നമ്മളെ തന്നെ ദൈവസ്ഥലത്തിൽ ഏൽപ്പിച്ച് നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ദൈവം അനുഗ്രഹിച്ചു മാനിക്കുക തന്നെ ചെയ്യും. നമ്മളിത് പറയുമ്പോഴും അബ്രഹാം പിതാവിന്റെ ജീവിതത്തിലും ചെറിയ കുറവശങ്ങൾ കടന്നു വന്നിട്ടുണ്ട്, അല്ലെ? എന്തുകൊണ്ടാന്ന് ചോദിച്ചാല് നമുക്കറിയാം അബ്രഹാം പിതാവിന് വാഗ്ദത്തം കൊടുത്തിട്ടും അതിനൊരു ഡിലേ വന്നിട്ടുണ്ടല്ലേ? കുറച്ച് കാലഘട്ടം കയ്യിൽ കിട്ടാതെ കയ്യിൽ കിട്ടാതെ കുറച്ച് കാലം മുന്നോട്ട് പോകാൻ തക്കണിടയായില്ലേ? അതിന്റെ ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം എന്റെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് എന്നോട് ഇടപെട്ട കാര്യങ്ങൾ മാത്രം ഞാൻ ദൈവമക്കളുമായിട്ട് ഷെയർ ചെയ്യാം. എന്തുകൊണ്ട് ലഭിച്ചില്ല എന്നൊരു കാര്യം മാത്രം ഞാൻ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. 12:5 ഉൽപ്പത്തി 12:5 പറയുന്നുണ്ട്, അബ്രഹാം തന്റെ ഭാര്യയായ സാറയെയും സഹോദരന്റെ മകനായ ലോത്തിനെയും തങ്ങൾ ഉണ്ടാക്കിയ സമ്പത്തുകളൊക്കെയും അവർ തങ്ങൾ ഹീരാനെ കുറിച്ച് വെച്ച് സമ്പാദിച്ച ആളുകളെയും കൂട്ടിക്കൊണ്ട് കനാൻ ദേശത്തേക്ക് പുറപ്പെട്ടു. കനാൻ ദേശത്ത് എത്തി. നമുക്കറിയാലോ, അബ്രഹാമിനെയും സാറായും നോക്കുകയാണെങ്കിൽ സാറായിക്ക് കുഞ്ഞുങ്ങളില്ലായിരുന്നു, അബ്രഹാമിനും സാറായി കുഞ്ഞുങ്ങളില്ലായിരുന്നു. അവർ വൃദ്ധരായിരുന്നു. നമ്മൾ ആ ഒരു വചനം നമ്മൾ താഴ്ത്ത് വായിക്കുമ്പോൾ അറിയാം, സാറായുടെ ഗർഭം പോലും, അല്ലെ, അടഞ്ഞു പോയി. അതിന്റെ മാസമുറ പോലും നിന്നൊരവസ്ഥയിലായിരുന്നു സാറ ഉണ്ടായിരുന്നത്. പക്ഷെ അവിടെ വാഗ്ദത്തം ലഭിച്ചു. എന്താ? ബഹുജാതികൾക്ക് പിതാവാക്കാം എന്ന് വാഗ്ദത്തം ലഭിച്ച വ്യക്തി ജീവിതമാണ് അബ്രഹാം. പക്ഷെ എന്ത് സംഭവിച്ചു? അതിന്റെ ഇടയ്ക്ക് നമ്മൾ നോക്കുവാണെങ്കിൽ അബ്രഹാമും കൂട്ടരും കൂടെ കർത്താവ് കാണിപ്പാനിരുന്ന സ്ഥലത്തേക്ക് കടന്നു പോയപ്പോൾ എന്ത് സംഭവിച്ചു? ലോത്തിനെയും കൂടെ റിസീവ് ചെയ്തു, അല്ലെ? ലോത്തിനെ എങ്ങനെ എടുത്തു? ഒരു മകനായിട്ട് കണക്കാക്കി അവർ കൂടെ കൊണ്ടുപോകാൻ തക്കോണം ഇടയായി, അല്ലെ? ഈ ദിവസങ്ങളിൽ നമ്മുടെ ജീവിതത്തിലും നമ്മൾ തിരിഞ്ഞു നോക്കണം. ദൈവം എന്താ പറഞ്ഞത്? ചില വാഗ്ദത്തങ്ങൾ നമ്മുടെ ജീവിതത്തിലും എന്തെങ്കിലും തടസ്സമുണ്ടോ എന്ന് നമ്മളെ തന്നെ തിരിഞ്ഞു നോക്കി പ്രാർത്ഥിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. കാരണം കർത്താവ് പറഞ്ഞത് അബ്രഹാമിൽ നിന്ന് സാറായിൽ ജനിക്കുന്ന കുഞ്ഞിനിലൂടെയാണ് ബഹുജാതികൾക്ക് പിതാവാക്കി തീർക്കാം എന്ന് പറഞ്ഞത്. പക്ഷെ അബ്രഹാം സാറയും എന്താണ് ചെയ്തത്? ലോത്തിനെ ഒരു മകനായി റിസീവ് ചെയ്ത് അവരുടെ കൂടെ കൊണ്ടുപോകാൻ തക്കോണം ഇടയായി. ഈ ദിവസങ്ങളിൽ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിലും നമ്മുടെ വാഗ്ദത്തങ്ങൾ റിസീവ് ചെയ്യുവാൻ തക്കോണം എന്തെങ്കിലും കുറവശങ്ങൾ ഉണ്ടോ എന്ന് നമ്മൾ നോക്കണം. നമ്മൾ പോലും അറിയാത്തത് എന്തെങ്കിലും ദൈവഹിതം ഇല്ലാത്തത് നമ്മുടെ പറ്റിച്ചേർന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ വാഗ്ദത്തങ്ങൾക്ക് തടസ്സം തന്നെയാണല്ലേ? അതുപോലെ തന്നെ നമ്മൾ സെക്കൻഡ് ട്രിപ്പിലേക്ക് നമ്മൾ നോക്കുവാണെങ്കിൽ സാറയുടെ നമ്മൾ 16:3 കാണുന്നുണ്ട്. 16:3 പറയുന്നൊരു വാക്യമുണ്ട്, അബ്രഹാം സാറയുടെ വാക്ക് അനുസരിച്ചു. എന്താ അനുസരിച്ചത്? കാരണം സാറ നോക്കിയപ്പോൾ ശരിയാണ്, അബ്രഹാം ദൈവത്തെ സ്നേഹിക്കുന്നുണ്ട്, ബഹുമാനിക്കുന്നുണ്ട്, കർത്താവിന്റെ വഴിയിൽ കൂടെ തന്നെയാണ് അബ്രഹാം നടക്കുന്നത്. എങ്കിൽ പോലും സാറയുടെ വാക്ക് അനുസരിക്കാൻ തക്കോണം ഇടയായി. സാറയുടെ വാക്ക് എന്താണ് അനുസരിച്ചത്? ദാസിയായ ഹാഗാറിലൂടെ ഒരു കുഞ്ഞിനെ ജനിപ്പിക്കാൻ തക്കോണം ഇടയായി, അല്ലെ? നമ്മുടെ ജീവിതത്തിൽ പറ്റുന്ന ഒരു കാര്യമാണ്. നമുക്ക് വാഗ്ദത്തം കർത്താവ് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് നമ്മൾ റിസീവ് ചെയ്യുന്നതിന് മുമ്പായിട്ട്, പിതാവ് നമ്മുടെ ജീവിതത്തിൽ നേരിട്ട് തരുന്നതിന് മുമ്പായിട്ട് നമ്മൾ നമ്മുടേതായിട്ടുള്ള ചില രീതികൾ, അല്ലെ, രീതികളിലൂടെ നമ്മൾ പലതും, അല്ലെ, കുറുക്കു വഴിയിലൂടെ നേടാൻ നോക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അങ്ങനെ കുറുക്കു വഴികൾ, മാനുഷ്യമായ കുറുക്കു വഴിയിൽ കൂടി നമ്മൾ പോവുകയാണെങ്കിൽ കർത്താവ് തരാമെന്ന് പറഞ്ഞ വാഗ്ദത്തങ്ങൾ ലേറ്റ് ആകുക തന്നെ ചെയ്യും.
ദൈവമക്കളെ, ഈ ദിവസങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കുറുക്കു വഴി നോക്കരുത്. ഒരു പക്ഷേ ചെറിയ കാലതാമസം എടുത്തിരിക്കാം, ഒരു പക്ഷേ ഒരു മാസമായേക്കാം, അല്ലെ ഒരു വർഷമായേക്കാം. പക്ഷെ ഒന്നുണ്ട്, കർത്താവ് പറഞ്ഞതുപോലെ തന്നെ ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നാത്തതും ആരും ചിന്തിക്കാത്തതുമായിട്ടുള്ള, ഒരു കണ്ണിൽ കണ്ടിട്ടില്ലാത്തതും ആരും ചെവിയിൽ കേട്ടിട്ടില്ലാത്തതുമായ വാഗ്ദത്തങ്ങൾ നമ്മൾ റിസീവ് ചെയ്യണമെങ്കിൽ നമ്മൾ ദൈവസന്നിധിയിൽ ക്ഷമയോടെ ഇരിക്കാൻ തൊക്കണം ഇടയാകണം. അങ്ങനെ ഇരിക്കുന്നവർ ഒരിക്കലും ലജ്ജിച്ചു പോകാൻ കർത്താവ് സമ്മതിക്കത്തില്ല. തക്ക സമയത്ത് പിതാവ് നമ്മുടെ ജീവിതത്തില് നമുക്ക് അനുഗ്രഹങ്ങൾ തന്ന് മാനിക്കുക തന്നെ ചെയ്യും അല്ലെ. ശരിക്കും നമുക്കറിയാലോ, അതിനുശേഷം സാറയ്ക്ക് കുഞ്ഞു ജനിച്ചു എങ്കിൽ പോലും ശരിക്കും റിയൽ ആയിട്ട് കർത്താവിന്റെ പരീക്ഷണം എവിടെയാ നിന്നത് നമ്മൾ അതിനെപ്പറ്റി വായിക്കുകയാണെങ്കിൽ നമുക്കറിയാം. നമ്മൾ അതിനെപ്പറ്റി വായിക്കുമ്പോൾ 22-ന്റെ 2 വായിക്കുന്നുണ്ട്. 22-2 വായിക്കുന്നത്, നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ ഇസഹാക്കിനെ തന്നെ കൂട്ടിക്കൊണ്ട് മോറിയ ദേശത്ത് ചെന്ന് അവിടെ ഞാൻ നിന്നോട് കൽപ്പിച്ചിരിക്കുന്ന മലയിൽ അവനോട് ഹോമയാഗം കഴിക്കുക എന്ന് അരുളി ചെയ്തു. കണ്ടോ, അവിടെ വ്യക്തമായി പറഞ്ഞ എന്താ? നീ സ്നേഹിക്കുന്ന കർത്താവ് അവിടെ ഒരു സ്നേഹത്തെയാണ് നോക്കിയത്. കാരണം കർത്താവ് നോക്കിയത് എന്തുവാ? യഹോവ നോക്കിയത് എന്തുവാ? ആ കുഞ്ഞിനെയാണോ അബ്രഹാം കൂടുതൽ സ്നേഹിക്കുന്നത്, എന്നെയാണോ സ്നേഹിക്കുന്നത് നോക്കിയല്ലേ. സ്നേഹത്തിന് വാല്യൂ കർത്താവ് ദൈവം അവിടെ കൊടുത്തു. അതിന്റെ ബേസിൽ എന്ത് സംഭവിച്ചു? അബ്രഹാം വിജയിച്ചു. അബ്രഹാമിന് ഒന്നറിയാമായിരുന്നു, വാഗ്ദത്ത സന്തതിയെ തന്നത് ദൈവമാണെങ്കിൽ ബാക്കിയും കൂടെ നോക്കാൻ ദൈവം വിശ്വസ്തനാണെന്നൊരു വിശ്വാസവും ഒരു സ്നേഹവും അബ്രഹാമിന്റെ ഹൃദയത്തിനകത്തുണ്ടായിരുന്നു. പക്ഷെ അത് നിലനിൽക്കാൻ എന്ത് ചെയ്തു? ആ സാറായോട് പറയാതെ അല്ലെ കടന്നുപോയി. കാരണം അറിയാം, സാറായോട് സംസാരിച്ചു കഴിഞ്ഞാൽ അവിടെ നടക്കത്തില്ല. കുഞ്ഞിനെ കൊണ്ട് പോയി ആ മലയിൽ പോയി യാഗപീഠം ചെയ്യുവാൻ കർത്താവിനെ സന്തോഷിപ്പിക്കാൻ പറ്റത്തില്ല. എന്റെ സ്നേഹം, കാരണം ഉറപ്പായിട്ടും തന്റെ മകനെ യാഗത്തിനായി കൊണ്ടുപോകുന്നു പറഞ്ഞാൽ സാറായി അവിടെ സമ്മതിക്കത്തില്ല. കഴിഞ്ഞ 2 പ്രാവശ്യക്കാലം നമ്മൾ നോക്കുവാണെങ്കിൽ സാറായുടെ ഉപദേശവും ആ ഒരു അഡ്വൈസ് പ്രകാരം അബ്രഹാം അല്ലെ പലപ്പോഴും വീണു പോകുന്നൊരവസ്ഥ, ദൈവത്തിന് ഇച്ചിരി ഒന്ന് മറുതലിക്കുന്ന, ലൈറ്റാ ഒന്ന് മറുതലിക്കുന്ന ഒരു അനുഭവം നമ്മൾ കാണുവാൻ തക്കണം ഇടയായി. അങ്ങനെയാണല്ലോ ഹാഗാറിലൂടെ ഒരു കുഞ്ഞിനെയൊക്കെ ജനിപ്പിക്കാൻ തക്കണം ഇടയായത്. കാരണം ഈ ഒരു അവസ്ഥയിലേക്ക് വരുമ്പോൾ അവിടെ എന്ത് ചെയ്തു? അബ്രഹാം ആരോടും പറഞ്ഞില്ല, സാറായോടും ഇൻഫോം ചെയ്തില്ല. അവിടെ അബ്രഹാം തെളിയിക്കുകയാണ്, ഞാൻ വിളിക്കുന്ന ദൈവത്തെ തന്നെയാണ് ഞാൻ സ്നേഹിക്കുന്നതെന്ന് തെളിയിച്ചുകൊണ്ട് അദ്ദേഹം ആ കുഞ്ഞിനെ കൊണ്ട് ആ മലയിൽ ചെല്ലുകയാണ്. പക്ഷെ അവിടെ യാഗം ചെയ്യുവാൻ കർത്താവ് സമ്മതിച്ചോ? ഇല്ല. കാരണം കർത്താവിന് മനസ്സിലായി, യഹോവയ്ക്ക് മനസ്സിലായി, ഏറ്റവും കൂടുതൽ അബ്രഹാം സ്നേഹിക്കുന്നത് എന്നെയാണ്, ഈ പൈതലിനെ അല്ല എന്ന് മനസ്സിലാക്കിയതിനു ശേഷം റിയൽ ആയിട്ടുള്ള അബ്രഹാം പിതാവിന്റെ വാഗ്ദത്തം അവിടെയാണ് പിന്നെ ഓപ്പൺ ചെയ്ത് കർത്താവ് കൊടുക്കുന്നത്. പിന്നെ അങ്ങോട്ട് കർത്താവ് അങ്ങ് സമൃദ്ധിയായിട്ട് അനുഗ്രഹിച്ചു മാനിക്കായിരുന്നല്ലേ. പിന്നെ നമ്മൾ വായിക്കുമ്പോൾ പിന്നെ ഒരു പരീക്ഷണം അബ്രഹാം ദൈവത്തിന്റെ സൈഡിൽ നിന്ന് നമ്മൾ പരീക്ഷിച്ചതായിട്ടോ അല്ലെങ്കിൽ അത് ഇടപെട്ടതായിട്ടോ നമുക്ക് കാണുവാൻ സാധിക്കുന്നില്ല. ഈ ദിവസങ്ങളിൽ ദൈവമക്കളെ, നമുക്കും ദൈവസന്നിധിയിൽ വേണ്ട ഒരു ഉറപ്പത, കർത്താവ് വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറുക്കു വഴികളെ നോക്കരുത്. നമ്മൾ നമ്മുടേതായിട്ടുള്ള കാര്യങ്ങളെ നോക്കരുത് അല്ലെ. ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മളൊരു ജോലിക്കായിട്ടാണ് വെയിറ്റ് ചെയ്തിരിക്കുന്നതെങ്കിൽ ദൈവസന്നിധിയിൽ വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ട്, നിനക്ക് നല്ല ജോലി തരാമെന്ന് കർത്താവ് വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ പുറകിൽ ഒന്ന് മാത്രം നമ്മൾ ചെയ്താൽ മതി. ഉപവസിച്ചു കണ്ണുനീരോടെ പ്രാർത്ഥിക്കാൻ തയ്യാറാവുകയാണെങ്കിൽ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹിക്കപ്പെട്ട ജോലിയെ തരും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും? ആ ജോലി നമ്മുടെ കയ്യിൽ കിട്ടുന്നതിന് മുമ്പായിട്ട് നമുക്കങ്ങ് ടെൻഷനാവും, നമുക്കങ്ങ് വെപ്രാളമാവും. നമ്മളപ്പോ എന്ത് ചെയ്യും? നമ്മൾ അടുത്ത ഏജൻസിയെ കൈമണി അടിക്കാൻ നോക്കും, അവർക്ക് കൈ പൈസ കൊടുത്ത് നമ്മൾ ജോലി സമ്പാദിക്കാൻ നോക്കും. ഏതെങ്കിലും ഒരു കുറുക്ക് വഴി മുഖേന നമ്മൾ ജോലി സമ്പാദിക്കാൻ നോക്കും. അത് ദൈവഹിതമില്ലാത്തൊരു വഴി തന്നെയാണെന്ന് വ്യക്തമായി പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. ദൈവം പറഞ്ഞിട്ടുള്ള വാഗ്ദത്തങ്ങൾ ഒരു മനുഷ്യന് തരാൻ പറ്റുന്നതല്ല, ഒരു മാനുഷ്യമായ കാര്യത്തിൽ കൂടി കിട്ടുന്നതല്ല, ദൈവത്തിന്റെ കാര്യത്തിൽ കൂടി നമ്മൾക്ക് ലഭിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ നമുക്കത് ലഭിക്കണമെങ്കിൽ നമ്മൾ അതിനായി കാത്തിരിക്കണം, വിശ്വസിക്കണം, ദൈവസന്നിധി നമ്മളെ തന്നെ സമർപ്പിച്ചു കൊടുക്കാൻ തൊക്കണം ഇടയാകണം. ഒരു വ്യക്തിയെ കൂടെ മാത്രം ഞാൻ അത് വായിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, ഒരു ഉറപ്പിനായിട്ട് ഒരു വ്യക്തിയെ കൂടെ മാത്രം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. അത് മറ്റാരുമല്ല, ഹന്നയെ പറ്റി നമുക്കറിയാമല്ലോ. ദൈവസന്നിധിയിൽ അല്ലെ കരഞ്ഞ്, ഭയങ്കരമായിട്ട് സൗണ്ട് പോലും ഇല്ലാതെ ഹൃദയം മുടഞ്ഞ് കരഞ്ഞ് ദൈവസന്നിധി വാഗ്ദത്തം പ്രാപിച്ച ഒരു വ്യക്തി ജീവിതമാണ് ഹന്ന. ഹന്ന കരഞ്ഞ് ശമൂവേൽ ബാലനെ അല്ലെ പ്രാപിച്ചു, ഒരു കുഞ്ഞിനെ ലഭിക്കുവാൻ തൊക്കണം ഇടയായി. നമുക്കൊന്നറിയാം,
ഹന്ന അവിടെ കഷ്ടപ്പെട്ടപ്പോഴും സങ്കടപ്പെട്ടപ്പോഴും എൽക്കാന വന്ന് പറഞ്ഞിട്ടുണ്ട്, അത് ആ ഒരു വ്യക്തിയുടെ ഹസ്ബൻഡ് വന്ന് പറഞ്ഞിട്ടുണ്ട്, നിനക്ക് എന്തിനാ പുത്രന്മാരെ, ഞാനുണ്ടല്ലോ, ഞാനില്ലേ, നിനക്ക് 10 പുത്രനും തുല്യമായിട്ട് ഞാനില്ലേ എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുവാൻ ഹന്നയുടെ അടുത്ത് വന്ന് തയ്യാറായി. പക്ഷെ ഹന്ന അതിൽ സാറ്റിസ്ഫൈഡ് ആയിരുന്നു? ഒരിക്കലുമല്ല. ഹന്ന ദൈവത്തിൽ നിന്ന് പ്രാപിച്ചു. ഒരു കുറുക്കു വഴി അവൾ നോക്കിയില്ല. അവൾക്ക് ചിന്തിക്കാമായിരുന്നു, ശരിയാ, ഇത്രയും നല്ല ഹസ്ബൻഡ് ഉള്ളപ്പോൾ ഞാൻ കുഞ്ഞിനെ പറ്റി ചിന്തിക്കേണ്ട കാര്യമില്ല എന്ന് വേണമെങ്കിൽ ഒരു മാനുഷികമായ രീതിയിൽ ചിന്തിക്കാമായിരുന്നു. പക്ഷെ അവിടെ ഹന്ന എന്താ ചെയ്തത്? ഇല്ല, എന്റെ ഉദരത്തിൽ എനിക്കൊരു കുഞ്ഞിനെ വേണമെന്ന് പറഞ്ഞ് ദൈവസന്നിധി കരയാൻ തക്കോണം ഇടയായി, മനസ്സുരുകി കരയാൻ തക്കോണം ഇടയായി. അതിന്റെ ഫലമായി അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രവാചകൻ, അല്ലെ, അനുഗ്രഹിക്കപ്പെട്ട അതുപോലെ ഒരു പ്രവാചകൻ പിന്നെ ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നവർക്ക് ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ഗിഫ്റ്റ് ഹന്നയ്ക്ക് ലഭിച്ചുവെങ്കിൽ ദൈവമക്കളെ നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുക തന്നെ ചെയ്യും. പിന്നെ നമ്മുടെ ജീവിതത്തിൽ വായ്ത്തത്വങ്ങൾ കിട്ടിയിട്ടും നമ്മൾ എന്തുകൊണ്ട് നമുക്കത് റിസീവ് ചെയ്യാൻ പറ്റുന്നില്ല, അത് നീണ്ടു പോകുന്നു ചോദിച്ചാൽ നമ്മുടെ കയ്യിലെ കുറവശങ്ങൾ തന്നെയാണ്. ഈ ദിവസങ്ങളിൽ കർത്താവിനോട് ചോദിക്കണം, പിതാവേ, ദൈവഹിതമില്ലാത്തത്, ഇല്ലെങ്കിൽ ഞാൻ കുറുക്കുവഴിയായി നേടാൻ നോക്കിയത് എന്തെങ്കിലും എന്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഞാൻ അതെല്ലാം ഉപേക്ഷിക്കാൻ തയ്യാറാ. എന്റെ പിതാവ് എന്റെ ജീവിതത്തിൽ തരുന്ന വായ്ത്തത്വം അത് പൂർണ്ണമായി റിസീവ് ചെയ്യുക, എന്നെ തന്നെ ഞാൻ ഒരുക്കുക എന്ന് പറഞ്ഞ് നമ്മളെ തന്നെ ദൈവസന്നിധി സമർപ്പിക്കുകയാണെങ്കിൽ പിതാവ് നമ്മളെ അനുഗ്രഹിച്ചു മാനിക്കും. ഒന്ന് മാത്രമുണ്ട്, കർത്താവിനെ സ്നേഹിക്കണം, ദൈവത്തെ സ്നേഹിക്കാനൊരു ഹൃദയം. നമ്മുടെ പിതാവിന് ആ ഒരു സ്നേഹം മാത്രം മതി, അല്ലെ. നമ്മൾ ഈ ലോകത്തിലേക്ക് നോക്കുവാണെങ്കിൽ നമ്മൾ ഇത് അനുഭവിക്കുന്ന എല്ലാ സുഖവും സൗകര്യങ്ങളും, ഇവൻ കാറ്, വീട്, ബംഗ്ലാവ്, ഇവൻ എല്ലാ ജോലി മേലയും സാലറി, 5 അക്ക സാലറി ഉൾപ്പെടെ എല്ലാവിധ ലൗകികമായിട്ടുള്ള എല്ലാവിധ സുഖ സൗകര്യങ്ങളും പിതാവിന്റെ ദാനമാ, ദൈവത്തിന്റെ ദാനമാ. ആ ദൈവത്തിന്റെ ദാനം നമ്മൾ തിരിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. അപ്പൻ എന്താ വേണ്ടത്? നമ്മുടെ സ്നേഹം, നമ്മുടെ ഹൃദയം കൊണ്ടുള്ള സ്നേഹം. ആ അബ്രഹാം പിതാവ് ദൈവത്തെ സ്നേഹിച്ചതുപോലെ, അംഗീകരിച്ചതുപോലെ, ആശ്രയിച്ചതുപോലെ ഈ ദിവസങ്ങളിൽ നമ്മുടെ ഏത് കാര്യങ്ങളും നമ്മളൊന്ന് സ്നേഹിക്കാൻ തയ്യാറാവുകയാണെങ്കിൽ ദൈവമക്കളെ നമ്മുടെ ജീവിതത്തിൽ വൻ വിടുതലുള്ള കർത്താവ് ചെയ്യും. തരാമെന്ന് പറഞ്ഞ വായ്ത്തത്വങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ റിസീവ് ചെയ്യുക തന്നെ ചെയ്യും. അതിന് ഒരു സംശയമില്ല. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാല് നമ്മൾ കർത്താവിനെ സ്നേഹിക്കുന്നില്ല, അല്ലെ. നമ്മൾ വായ കൊണ്ട് പറയും, അയ്യോ ഞാൻ കർത്താവിനെ സ്നേഹിക്കുന്നുണ്ട്, കർത്താവിന്റെ ഹിതപ്രകാരമാണ് നടക്കുന്നത് എന്നൊക്കെ നമ്മൾ വായ്ത്തോരാതെ സംസാരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? ഒരു ഗിഫ്റ്റ് കിട്ടുമ്പോൾ, ഒരു വായ്ത്തത്വം നമ്മൾ റിസീവ് ചെയ്യുമ്പോൾ ദൈവത്തോട് നമ്മൾ നന്ദി പറയും. പക്ഷെ ഏതെങ്കിലും ഒരു നിമിഷം നമുക്കൊരു ഇടർച്ച വരട്ടെ, നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം വരട്ടെ, നമ്മൾ എന്ത് ചെയ്യും? കർത്താവിനെ അപ്പം തന്നെ നമ്മൾ പിറുപിറുത്ത് തള്ളിപ്പറയല്ലേ, നമ്മൾ പറയാവുന്നതിന്റെ മാക്സിമം ദൈവത്തെ പറയല്ലേ. കാരണം നമുക്ക് പറയുക, കാരണം റിട്ടേൺ ഒന്നും കിട്ടത്തില്ല. അതുകൊണ്ട് നമുക്ക് എന്ത് വേണമെങ്കിലും, അല്ലെ, നമ്മൾ അങ്ങ് പറയും, കർത്താവ് എന്നാലും അങ്ങനെ ചെയ്തല്ലോ, ഇങ്ങനെ ചെയ്തല്ലോ എന്ന്. ശരിക്കും നമ്മളൊന്ന് ചിന്തിക്കണം, നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് ദൈവത്തോട് ആത്മാർത്ഥമായ സ്നേഹമുണ്ടെങ്കിൽ നമ്മൾ ദൈവത്തെ അങ്ങനെ തള്ളിപ്പറയുമോ? ഒരിക്കലും പറയത്തില്ല. നമ്മൾ എന്തു പറയും? പിതാവേ, നന്മ മാത്രമല്ല, കഷ്ടത തന്നാലും ഞാനത് റിസീവ് ചെയ്യാൻ ഞാൻ അംഗീകരിക്കുന്നു. എന്റെ പിതാവ് അതും ഒരു ദാനമായി തന്നെ എന്റെ ജീവിതത്തിൽ തരുന്നത് ഞാൻ ഏറ്റെടുക്കുന്നു എന്ന് പറയാനൊരു മനസ്സ് ഈ ദിവസങ്ങൾ എന്റെ നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ദൈവമക്കളെ, ദൈവം നമ്മളെ അനുഗ്രഹിച്ചു മാനിക്കുക തന്നെ ചെയ്യും. കാരണം വ്യക്തമായി 1 യോഹന്നാൻ 4:16 പറയുന്നുണ്ട്, ദൈവം സ്നേഹം തന്നെ, സ്നേഹത്തിൽ വസിക്കുന്നവൻ ദൈവത്തിൽ വസിക്കുന്നു, ദൈവം അവനിലും വസിക്കുന്നു എന്ന്. നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തോട് സ്നേഹമുണ്ടെങ്കിൽ, ദൈവത്തെ നമ്മൾ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ, ദൈവനാമത്തിനായിട്ട് നമ്മൾ നിൽക്കുന്നുണ്ടെങ്കിൽ പിതാവ് നമ്മളെ സ്നേഹിച്ച് കരുതുക മാനിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മുടെ കുറവുകൾ, നമ്മളെല്ലാവരും മനുഷ്യരാ, നമ്മുടെ വാക്കിലും നോക്കിലും പ്രവൃത്തിയിലും നമ്മൾ ആയിരിക്കുന്ന മേഖലയിൽ ഏതെങ്കിലുമൊക്കെ നിമിഷങ്ങളിൽ നമ്മൾ തെറ്റിപ്പോകുന്നു, അല്ലെ. ചിലപ്പോൾ വാക്കുകൾ തെറ്റിപ്പോകും, ചിലപ്പോൾ നമ്മുടെ കണ്ണുകൊണ്ട് തെറ്റിപ്പോകും. നമ്മൾ ഏതെങ്കിലും രീതിയിൽ തെറ്റുകൾ സംഭവിക്കുമ്പോൾ അപ്പൊ ദൈവത്തോടൊന്ന് ഏറ്റു പറയുവാൻ, പിതാവേ, അറിയാതെ സംഭവിച്ചു പോയതാ എന്നൊന്ന് ഏറ്റു പറഞ്ഞ് ദൈവസന്നിധിയിൽ ഉപേക്ഷിക്കാൻ തയ്യാറാവുകയാണെങ്കിൽ പിതാവിന്റെ സ്നേഹവും കരുണയും നമ്മോട് കൂടെ ഇന്ന് മാനിച്ച് അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. ആ അബ്രഹാം പിതാവിനെ സ്നേഹിച്ചതുപോലെ 25 വർഷങ്ങൾക്ക് ശേഷം ഒരു ചാൻസും ഇല്ലാത്തടത്ത് ഒരു അനുഗ്രഹിക്കപ്പെട്ട പൈതലിനെ കൊടുത്തതുപോലെ തന്നെ ഹന്നയ്ക്ക് ഒരു ചാൻസും ഇല്ലാഞ്ഞിടത്തും കർത്താവ് അനുഗ്രഹിക്കപ്പെട്ട പൈതലിനെ കൊടുത്തതുപോലെ തന്നെ അനുഗ്രഹിക്കപ്പെട്ട വായ്ത്തത്വങ്ങൾ, ആരും ചിന്തിക്കാത്തതും അനുഗ്രഹിക്കുന്ന രീതിയിൽ ആരുടെ ചെവിയിൽ കേൾക്കാത്തതുമായിട്ടുള്ള, ആരുടെ കണ്ണിലും ഹൃദയത്തിൽ പോലും തോന്നാത്തിലുള്ള വായ്ത്തത്വങ്ങൾ നമ്മൾ റിസീവ് ചെയ്യുക തന്നെ ചെയ്യും. പക്ഷെ ഒന്നുണ്ട്, ദൈവത്തെ നമ്മൾ സ്നേഹിക്കണം. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് മാത്രമാണ് ഇത് വചനത്തിലൂടെ പറയുന്നത് നമുക്ക് കിട്ടുന്നത്. ദൈവം സ്നേഹിക്കുന്നവരെയല്ല, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് എന്ന് വ്യക്തമായി നമ്മൾ ഈ ദിവസങ്ങളിൽ അത് മനസ്സിരുത്തി നമ്മൾ വായിക്കാൻ തയ്യാറാവുകയാണെങ്കിൽ പിതാവ് നമ്മുടെ ജീവിതത്തിൽ വലിയ മിറാക്കിളെ ചെയ്ത്
വലിയ വിടുതലിനെ ചെയ്ത് അനുഗ്രഹിക്കുക മാനിക്കുക തന്നെ ചെയ്യും. ഒരിക്കൽ കൂടി ഈ വചനം എല്ലാവരുടെ ജീവിതത്തിൽ അനുഗ്രഹമാട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ ചെറിയ വചനത്തിൽ നിന്ന് ഞാൻ ഇരുന്നു കൊള്ളുന്നു. God bless.